ജനങ്ങളുടെ ഭാഗത്തു നിന്ന് മതി എന്നുള്ള ഒരു മുദ്രാവാക്യം ഉയരുന്നുവെങ്കിൽ അത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ തോതിൽ ആത്മവിമർശനം നടത്തുകയും റിഫോം ചെയ്യാനും സ്വയം പുതുക്കാനുമുള്ള സന്ദർഭമായിട്ട് കൂടെ കാണണം. കൗൺസിൽ ഓഫ് സ്കോളേഴ്സ് എന്ന് പറയുന്ന ഉലമാക്കളുടെ, ഫക്കീഹ് എന്ന് പറഞ്ഞാൽ ഉലമ എന്നുള്ളതിൻ്റെ മറ്റൊരു വേർഷനാണ്. അവരുടെ ഒരു കൗൺസിൽ ഉണ്ടാവും. ആ കൗൺസിലിൻ്റെ അധ്യക്ഷനാണ് ഈ പറയുന്ന സുപ്രീം ലീഡർ എന്ന് പറയും. ഇപ്പോൾ അലി ഖാംനെ, നേരത്തെ ഖുമൈനി ആയിരുന്നു. ഖുമൈനിയുടെ മരണശേഷം അലി ഖാംനെയായി മാറും. അപ്പോൾ അത് അവർക്ക് ഈ വീറ്റോ പവറുണ്ട്, എല്ലാ കാര്യത്തിലും വീറ്റോ പവറുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട്, പക്ഷെ അത് ശരിയാം വിധത്തിലുള്ളൊരു ഫങ്ഷണൽ ഡെമോക്രസി ആണെന്ന് വെച്ചാൽ അങ്ങനെയല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സമൂഹത്തെ ചേർത്ത് നിർത്തുന്നതിൽ ആഭ്യന്തര ജനാധിപത്യം വളരെ പ്രധാനമാണ്. അപ്പോൾ അമേരിക്കയെക്കുറിച്ച്, അമേരിക്കയുടെ ഫോറിൻ പോളിസിയെക്കുറിച്ച്, വിവിധ രാജ്യങ്ങൾ അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന നയങ്ങളെക്കുറിച്ച് വിമർശനം ഉന്നയിക്കുമ്പോൾ നമ്മൾ ഉറപ്പിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അമേരിക്കയുടെ ഇൻറ്റേർണൽ ഡെമോക്രസി എന്ന് പറയുന്നത്, ആഭ്യന്തര ജനാധിപത്യം എന്ന് പറയുന്നത് എന്താണ്, അത് പക്ക ഇൻടാക്റ്റായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ടാണ് സൊഹ്റാൻ മംദാനിയെ പോലെ ഒരാൾക്ക് ന്യൂയോർക്ക് മേയറായി തിരഞ്ഞെടുക്കപ്പെടാൻ പറ്റുന്നത്. ആഭ്യന്തര ആയുധവും വിദ്യാഭ്യാസവും വിജ്ഞാനവും സയൻസും ടെക്നോളജിയും ഒക്കെ പ്രധാനമായിരിക്കെ തന്നെ അത് മാത്രമല്ല, ഈ പറയുന്ന കാര്യങ്ങളിലെല്ലാം അമേരിക്കയോട് മല്ലടിച്ച് നിൽക്കാൻ ശേഷിയുണ്ടായിരുന്ന മഹാരാജ്യമായിരുന്നു സോവിയറ്റ് യൂണിയൻ. സോവിയറ്റ് യൂണിയൻ ഒരു ദിവസം കൊണ്ട് ഷടപട ഇല്ലാണ്ടായി നമ്മൾ കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ഇൻറ്റേർണൽ ഡെമോക്രസി എന്ന് പറഞ്ഞ പരിപാടി അവിടെ ഉണ്ടായിരുന്നില്ല. ഈ ഇറാൻ ഓഫ് കോഴ്സ്, ഇറാൻ ഇരയാക്കപ്പെടുന്ന രാജ്യമാണ്, സാമ്രാജ്യത്വത്തിൻ്റെ വലിയ ആക്രമണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന, അതിനോട് ചെറുത്ത് നിന്നിട്ടൊരു രാജ്യമാണ്. പക്ഷേ ഇപ്പോൾ ഇക്കാലം അത്രയും ഇറാൻ അതിനെല്ലാം പ്രതിരോധിച്ച് നിർത്തിയിരുന്ന ജനങ്ങളെ ചേർത്ത് നിർത്തിയിട്ടായിരുന്നു. പക്ഷേ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് മതി എന്നുള്ള ഒരു മുദ്രാവാക്യം ഉയരുന്നുവെങ്കിൽ അത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ തോതിൽ ആത്മവിമർശനം നടത്തുകയും റിഫോം ചെയ്യാനും സ്വയം പുതുക്കാനുമുള്ള സന്ദർഭമായിട്ട് കൂടെ കാണണം. അവരെ സംബന്ധിച്ചിടത്തോളം സുഹൃത്തുക്കൾ വളരെ കുറഞ്ഞൊരു രാജ്യമാണ്. സുഹൃത്തുക്കൾ അറബ് മേഖലയിലെ രാജ്യങ്ങൾ അവരോടൊപ്പം സൗഹൃദത്തിലല്ല. അവർക്ക് ആ നിലയ്ക്ക് സുഹൃത്തുക്കളുണ്ടെന്ന് പറയുന്നത് റഷ്യയും ചൈനയുമാണ്. റഷ്യ നമുക്കറിയാം യുക്രൈൻ യുദ്ധത്തിൽ കോംപ്ലിസിറ്റാണ്. അവർക്ക് വെനസ്വേലയിലും ഇപ്പോൾ അവർക്ക് പ്രശ്നങ്ങളായി. ചൈന ഒരിക്കലും അവരുടെ മേത്ത് തട്ടുന്ന ഒരു അപ്രോച്ചിലേക്ക് പോകില്ല. അവരുടെ മാർക്കറ്റ്, അവരുടെ എക്കണോമി, അതിനെ പുഷ്ടിപ്പെടുത്താൻ ഇതിങ്ങനെ ഉപകരിക്കും എന്നുള്ളത്. അതിലപ്പുറം ഒരു വര കടന്ന് അവർ ലോക രാഷ്ട്രീയത്തിൽ ഇടപെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളി തന്നെയാണ് ഈ അകത്തു നിന്നുള്ള ഒരു പ്രക്ഷോഭം ഉണ്ടായി വരുന്നുള്ളത്. അവരോട് ജനാധിപത്യപരമായിട്ട് എൻഗേജ് ചെയ്യുന്നതിൽ ഭരണകൂടം പരാജയപ്പെടുകയാണെങ്കിൽ, അവരെ വെടിവെച്ച് കൊല്ലാനാണ് ഭരണകൂടം ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് കൂടുതൽ വലിയ അപകടത്തിലേക്ക് പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്.